യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെയും ഉയർപ്പിനെയും സ്മരിക്കുന്ന ഈ സമയത്ത് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണ് പെസഹ എന്നുള്ളതാണ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അതുപോലെ പ്രാരംഭത്തിൽ തന്നെ ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസ എല്ലാവർക്കും നേരുന്നു. എന്താണ് പെസഹ? പാസ് ഓവർ, കടന്നു പോവുക എന്നതാണ് ഈ വാക്കിൻ്റെ അർത്ഥം. എന്തിൽ നിന്ന് കടന്നു പോവുക? ആ വാക്ക് അർത്ഥമാക്കുന്നത് പോലെ തന്നെ മരണത്തിൽ നിന്നൊരു കടന്നുപോക്കാണ് പെസഹ, യഹോവയുടെ പെസഹ എന്ന യാഗത്തിലൂടെ സംഭവിക്കുന്നത്. ഈ പെസഹയുടെ ആരംഭം നമുക്ക് കാണുവാൻ കഴിയുന്നത് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലാണ്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് 400 വർഷമായി ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്ന ഇസ്രയേൽ ജനം, യഹൂദ ജനത്തെ ദൈവം മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി നിശ്ചയിച്ച ഒരു യാഗമാണ്, യഹോവയുടെ യാഗമാണ് പെസഹ. ആ പെസഹ കുഞ്ഞാടിനെ, എപ്രകാരമുള്ള പെസഹ കുഞ്ഞാടിനെ അറക്കണം, എന്ത് ചെയ്യണമെന്നൊക്കെ ആ വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഒരു ആട്ടിൻകുട്ടിയെ എടുത്ത് അതിൻ്റെ അതിൻ്റെ രക്തം നിങ്ങൾ പാർക്കുന്ന വീടിൻ്റെ കട്ടളമേലും കുറുമ്പടിമേലും പുരട്ടുക. ആ രക്തം അടയാളം കാണുന്ന ഭവനങ്ങളിൽ മരണദൂതൻ കടക്കാതെ നിങ്ങളെ വിട്ട് മാറിപ്പോകും, പാസ് ഓവർ ചെയ്യും എന്നാണ് ആ വേദഭാഗത്തിൽ കാണുന്നത്. അങ്ങനെ യഹൂദ ജനം ചെയ്തു. ആ മിസ്രൈമിലൊക്കെയും നിലവിളി ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ മരണദൂതൻ കടന്നുപോയപ്പോൾ, ഈ രക്താടയാളമുള്ള ഭവനങ്ങളെ ഒഴിഞ്ഞ് മരണദൂതൻ കടന്നുപോയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പം മരണത്തിൽ നിന്നുള്ളൊരു വിടുതലാണ് ഈ യഹോവയുടെ പെസഹ യാഗത്തിലൂടെ സംഭവിക്കുന്നത്. അങ്ങനെ ഒരു മരണത്തിൽ നിന്നുള്ള വിടുതൽ മാത്രമല്ല, അവർക്ക് ദൈവം ഒരു വാഗ്ദത്തം ചെയ്യുന്നു. വാഗ്ദത്ത ഭൂമി, പ്രോമിസ് ലാൻഡ് അവർക്ക് കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്തു. ആ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്നും ആ കുഞ്ഞാടിൻ്റെ രക്തമുഖാന്തരമായി അവരെ വിടുവിച്ച് വാഗ്ദത്ത ദേശത്തേക്ക് അവരെ നടത്തുകയാണ്. അപ്പം ദൈവം അവരോട് പ്രോമിസ് ചെയ്തത് ഒരു മനോഹര ദേശമില്ലാത്തവരാണ്, അവർക്ക് രാജ്യമില്ലാത്തവരാണ്, അവർ അടിമകളാണ്. എന്നാൽ ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തു, അവർക്കൊരു മനോഹര ദേശം അവർക്ക് നൽകാമെന്ന് ദൈവം അവരോട് വാഗ്ദത്തം ചെയ്ത പ്രകാരം മോശ എന്ന പ്രവാചകൻ മുഖാന്തരം അവരെ ആ അടിമത്തത്തിൽ നിന്നും വിടുവിച്ച് ദൈവം അവരെ വാഗ്ദത്ത ദേശത്തേക്ക് നടത്തുന്ന ഒരു കാര്യമാണ് നമുക്ക് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ കാണുന്നത്. അതാണ് യഹോവയുടെ പെസഹ, മരണത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ്. അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് ഒരു നിഴലാണ്. എന്തിൻ്റെ നിഴൽ? ഒരു യാഥാർത്ഥ്യത്തിൻ്റെ നിഴൽ. എന്താണ് ആ യാഥാർത്ഥ്യം? ആ യാഥാർത്ഥ്യം അത് ആത്മീയമാണ്. ആത്മീയ വിഷയങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. അതിനൊരു നിഴൽ ദൈവം ഈ ഭൂമിയിൽ വെച്ചിരിക്കുകയാണ്. ദൈവസംബന്ധമായ വിഷയങ്ങൾ, ആത്മലോക സംബന്ധമായ വിഷയങ്ങളൊക്കെ ദൈവം ഭൂമിയുമായി ബന്ധപ്പെടുത്തിയാണ് മനുഷ്യന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. കാരണം എങ്കിൽ മാത്രമേ മനുഷ്യനത് മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. ആത്മലോകമെന്ന് പറയുന്നത് ദൈവരാജ്യം മാത്രമല്ല. യേശു കർത്താവ് പറയുന്നുണ്ട് സാത്താൻ്റെ രാജ്യമെന്നും പറയുന്നുണ്ട്. അപ്പം ഈ ആത്മലോകത്തിൽ 2 രാജ്യങ്ങളാണ്. സാത്താൻ്റെ രാജ്യവുമുണ്ട്, ദൈവത്തിൻ്റെ രാജ്യവുമുണ്ട്. അപ്പോൾ എന്നാൽ ഈ ആത്മലോകവുമായിട്ട് മനുഷ്യൻ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മനുഷ്യൻ ഈ ലോകവുമായിട്ട് ബന്ധമുള്ളത് കൊണ്ടാണ് ദൈവം ഇത് മനുഷ്യന് വെളിപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ പുറപ്പാട് 12-ൽ കാണുന്ന ഈ പെസഹ എന്ന യാഗം, ഈ നിഴൽ ആത്മലോകവുമായി മനുഷ്യനുമായിട്ടൊക്കെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് എനിക്ക് ലഭിച്ച അറിവ് പ്രകാരം വിശദമാക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആത്മലോകത്തിൽ ഞാൻ പറഞ്ഞല്ലോ 2 രാജ്യമുണ്ട് എന്ന്. അതുപോലെ തന്നെ ഭൂമിയിൽ ദൈവം ഒരു കൂട്ടം ജനത്തെ തിരഞ്ഞെടുത്തു. അതാണ് യഹൂദന്മാർ. ദൈവത്തിൻ്റെ ജനമായിട്ട് ദൈവം തിരഞ്ഞെടുത്തു. എന്നിട്ട് അവരിലൂടെ ലോകം മുഴുവനും അറിയണം ദൈവം ഉണ്ട്, അല്ലെങ്കിൽ ദൈവരാജ്യമുണ്ട്, സാത്താന്യ രാജ്യമുണ്ട്. ഈ ഒരു ആത്മീയ അണ്ടർസ്റ്റാൻഡിങ് എല്ലാവർക്കും ഭൂലോകം മുഴുവനും അറിയപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ദൈവവചനം പറഞ്ഞത് ആരും നശിച്ചു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇവിടെ കാണുന്ന ഈജിപ്റ്റ് അല്ലെങ്കിൽ മിസ്രൈം എന്ന് പറയുന്ന ആ ദേശം സാത്താൻ്റെ രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതുപോലെ തന്നെ യഹൂദ ജനം മുഴു ലോകത്തെയും റെപ്രസെൻ്റ് ചെയ്ത് നിൽക്കുന്നു. മുഴു ലോകമെന്ന് ഞാൻ പറയാൻ കാരണം സകല മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ദൈവത്തിൻ്റെ വകയാണ് സകല മനുഷ്യരും. അവരാരും നഷ്ടമായി പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇവിടുത്തെ ഈ അടിമത്വം മനുഷ്യൻ പാപം ചെയ്തത് മുഖാന്തരം
യഹൂദൻ ഈജിപ്തിൻ്റെ അടിമത്തത്തിലേക്ക് പോയതുപോലെ തന്നെ മാനവജാതി മുഴുവനും സാത്താൻ്റെ രാജ്യത്തിൻ്റെ അടിമത്തത്തിലേക്ക് പോകുവാനിടയായി. അവിടെ നിന്നും മനുഷ്യനെ രക്ഷിക്കുവാൻ യഹോവയുടെ യാഗമാണ് യേശു കർത്താവിൻ്റെ പരമയാഗം എന്ന് പറയുന്നത്. 1 കൊരിന്ത്യർ 5-ാം അധ്യായം 7-ാം വാക്യം പറയുന്നു, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. അപ്പോൾ ക്രിസ്തുവായ ഒരു യാഗത്തിൻ്റെ ആ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ നിഴലാണ് മിസ്രൈമിൽ നടന്ന ഈ യഹോവയുടെ പെസഹ യാഗം. അത് പുറപ്പാട് 12:17 പറയുന്നുണ്ട്, യഹോവയുടെ പെസഹ യാഗമാകുന്നു എന്ന്. അപ്പം ഇത് യഹോവയുടെ പെസഹ യാഗത്തിൻ്റെ നിഴലാണ് ഈജിപ്തിൽ ഇസ്രയേലിനെയും മിസ്രൈമിനെയും വെച്ച് ദൈവം നമുക്ക് നിഴലായി തന്നത്. അതുപോലെ തന്നെ ഇന്ന് മാനവജാതി മുഴുവനും യഹൂദനെ ഒരു റെപ്രസെൻ്റ് ചെയ്യുന്നത് മാനവജാതിയെ മുഴുവനുമായിട്ടാണ്. അപ്പം മാനവജാതി മുഴുവനും ഈ സാത്താന്യ രാജ്യത്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന ഈ മാനവജാതിയെ മുഴുവനും രക്ഷിക്കുവാൻ വേണ്ടി ദൈവം തൻ്റെ പുത്രനെ ക്രിസ്തുവിനെ തന്നെ ഒരു പെസഹ യാഗമായിട്ട് ലോകത്തിലേക്ക് അയച്ചു. ആ യേശു കർത്താവിൻ്റെ രക്തം മൂലം മാനവജാതി മുഴുവനും മരണത്തിൽ നിന്ന്, അതായത് നിത്യമായ മരണത്തിൽ നിന്നുള്ള രക്ഷ നേടുവാനിടയാകും. അതെങ്ങനെയാണ് രക്ഷ നേടുവാനിടയാകുന്നത്? യേശു കർത്താവിൻ്റെ ആ യാഗത്തെ നമ്മൾ വിശ്വസിക്കുക, ഹൃദയം കൊണ്ട് ഏറ്റുപറയുക, എന്നാൽ രക്ഷിക്കപ്പെടും എന്ന് ദൈവവചനം പറയുന്നു. എന്തിൽ നിന്നാണ് രക്ഷ? നിത്യമായ മരണത്തിൽ നിന്നും, സാത്താൻ്റെ അടിമത്തത്തിൽ നിന്നും എന്നേക്കുമായി ഒരു രക്ഷ യേശു കർത്താവിൻ്റെ രക്തം മുഖാന്തരമായിട്ട് മാനവജാതിക്ക് ദൈവം നൽകി തന്നിരിക്കുന്നു. അത് നമ്മൾ അനുസരിച്ച്, അത് ദൈവത്തിൻ്റെ വചനമാണെന്ന് നമ്മൾ ഉൾക്കൊണ്ട് ആ യേശു കർത്താവിൻ്റെ രക്തത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്നുവെങ്കിൽ നമ്മൾ നിത്യമായ മരണത്തിൽ നിന്ന് തീർച്ചയായും രക്ഷപ്പെടും. ആ രക്ഷപ്പെടൽ മാത്രമല്ല, ദൈവം ഇസ്രയേലിന് വാഗ്ദത്തം ചെയ്തതുപോലെ ഒരു വാഗ്ദത്ത ദേശവും ഭവനവും ദൈവം നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ദൈവം യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോകുമ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കിയാൽ വീണ്ടും നിങ്ങളെ വന്ന് ചേർത്തുകൊള്ളും. അതായത് നിത്യമായ ഒരു രാജ്യത്തെ, ഒരു ഭൂമിയിൽ ഒരു യഹൂദൻ ഒരു രാജ്യം ലഭിച്ചതുപോലെ അതൊരു നിഴൽ മാത്രമാണ്. മാനവജാതിക്ക് ഒരു നിത്യമായ ഒരു ഇടമുണ്ട് എന്നതിൻ്റെ ഉറപ്പാണ് ഈ യഹൂദൻ്റെ ചരിത്രം. അപ്പം നമ്മൾ യേശു കർത്താവിൻ്റെ രക്തത്താൽ രക്ഷപ്പെട്ടിരിക്കുന്ന നമ്മൾക്ക് മരണാനന്തരം ഒരു നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. കാരണം യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് നമ്മൾക്കത് വിശ്വസിക്കുവാൻ കഴിയും. യേശു കർത്താവിനെ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നമ്മളെയും ഉയർപ്പിക്കുവാൻ ശക്തമാണെന്ന് നമ്മൾക്ക് എഫേസ്യ ലേഖനത്തിൽ കാണുവാൻ കഴിയും. അതാണ് നമ്മുടെ പ്രത്യാശ. യേശു കർത്താവിൻ്റെ ഉയർപ്പ് സംഭവിച്ചത് നമ്മൾക്ക് നമ്മുടെ ബുദ്ധിയെ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന വിധത്തിൽ ആ നിത്യജീവനെ കർത്താവ് ഇവിടെ വരച്ചു കാട്ടിയിരിക്കുകയാണ്. അപ്പോൾ യേശു കർത്താവിലൂടെ, അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും, എന്നിൽ കൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ എത്തുവാനായിട്ട് കഴിയത്തില്ല. മറ്റൊരു മാർഗവും ദൈവം ഈ ലോകത്തിൽ വെച്ചിട്ടില്ല. യേശു കർത്താവിൻ്റെ ശരീരയാഗത്തിലൂടെ ആ രക്തം നമ്മൾ വിശ്വാസത്താൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുന്നുവെങ്കിൽ ആ സാത്താന്യ രാജ്യത്തിൽ നിന്നുള്ള വിടുതൽ, നിത്യമായ മരണത്തിൽ നിന്നുള്ള വിടുതൽ, വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗീയ കനാൻ, ഇത്രയും കാര്യം നമ്മൾക്ക് അവകാശമാക്കുവാൻ കഴിയും. ഈ ഉറപ്പ് നമ്മളുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുക എന്നുള്ളത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആരും നിത്യമായ നാശത്തിലേക്ക് പോകുവാൻ ഇടയാകാതിരിക്കട്ടെ. അതുപോലെ തന്നെ ഈ രക്തം, ഇസ്രയേൽ ജനം മിസ്രൈമിൽ വെച്ച് അവരുടെ ഭവനത്തിൽ പുരട്ടിയ രക്തം, ആ രക്തം കണ്ട് സംഹാരകൻ അവരെ കടന്നുപോയെങ്കിൽ പിന്നെ സാത്താന് നമ്മുടെ ജീവിതത്തിൽ ഒരവകാശവും പറയാൻ സാധിക്കത്തില്ല. നമ്മുടെ ജീവിതത്തെ യേശു കർത്താവിൻ്റെ രക്തത്താൽ നമ്മൾ മുദ്രയിടപ്പെട്ടവരാണെങ്കിൽ സാത്താന് പിന്നെ നമ്മുടെ ജീവിതത്തിൽ യാതൊരു അവകാശവും പറയുവാനായിട്ട് കഴിയത്തില്ല. അത്രമാത്രം ഒരു ഉറപ്പാണ് നമ്മൾക്ക് ഈ ദൈവവചനത്തിലൂടെ ലഭിക്കുന്നത്. യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് യേശു കർത്താവ് എനിക്ക് വേണ്ടിയാണ് യാഗമായെന്നുള്ളത് നമ്മൾക്ക് ബോധ്യപ്പെടുന്നുവെങ്കിൽ കർത്താവിൻ്റെ ആ രക്തം നമ്മളെ ശുദ്ധീകരിക്കുക മാത്രമല്ല, നമ്മളെ നിത്യമായ മരണത്തിൽ നിന്ന് രക്ഷിച്ച് നിത്യമായ ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ നമ്മൾക്ക് മരണാനന്തരവും ഒരു ജീവിതം ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അതൊരു യാഥാർത്ഥ്യമാണെന്നുള്ളൊരു നിഴലാണ് ഇന്ന് ഭൂമിയിൽ ചില അടയാളങ്ങളും നിഴലുകളും ദൈവം വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾക്ക് ഈ പ്രത്യാശ തരുന്ന ഈ കർത്താവിൻ്റെ വചനത്തെ ഹൃദയപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് ഈ ഈസ്റ്റർ ദിനത്തിലും യേശു കർത്താവിനെ
സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ആ യേശു കർത്താവിൻ്റെ രക്തം നമ്മുടെ ജീവിതത്തിൽ കട്ടളമേലും കുറുമ്പടിമേലും എന്ന് അക്ഷരീയമായിട്ടാണ് ഇസ്രായേൽ ജനം ചെയ്തെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മൾക്കത് വിശ്വാസത്താൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഭവനങ്ങളിലും അടയാളമായി വെച്ചുകൊണ്ട് ജയകരമാവുന്ന ഒരു ജീവിതം നമ്മൾക്ക് നിത്യതയോളം നയിക്കുവാൻ പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.